മൂന്നാലും എങ്ങനെ നടന്ന മനുഷ്യനാ. വണ്ടിന്റെ കോല കണ്ടാല് അളിയൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഒരൊറ്റ കുട്ടി പറയില്ല. മാമൻ കണ്ടോ വണ്ടി? കണ്ടവര് പറഞ്ഞതാണ്. വണ്ടി ആകെ തകർന്ന് തരിപ്പണായി. അതിലിനി ഒരു നട്ടും ബോൾട്ട് എടുക്കാനില്ല. താത്ത ആക്രി കച്ചവടക്കാരെ പോലും എടുക്കാൻ പറ്റാത്ത കോലത്തിലാ വണ്ടി. പഠിച്ചോനെ, എന്നാ പിന്നെ അതിന്റെ മുകളിൽ പോയ മൂസക്ക അതിന്റെ ഗതി എന്തായിരിക്കും? പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാന്. ആന്തരാവയവങ്ങൾ ഒന്നും പ്രവർത്തിക്കാതായാല് പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമായി താത്താ? എന്താ അങ്ങനെ ഡോക്ടർ പറഞ്ഞോ? അല്ല, ഡോക്ടർ പറഞ്ഞത് കേട്ടവരായിട്ടുള്ളവര് പറഞ്ഞത് കേട്ടോ. നിങ്ങള് രണ്ടാളും ഇപ്പൊ ഇങ്ങോട്ട് വന്നേ കണ്ടോലും കേട്ടോലും പറഞ്ഞ ഇവിടെ വന്ന് പറയാനാ? കുടുംബത്തിൽ ഒരു കഷ്ടപ്പാട് വന്നാല് നാട്ടുകാർ പറയുന്ന കേട്ടുകൊണ്ട് പോരല. നേരിട്ട് പോയിട്ട് അന്വേഷിക്കണ്ടേ? ഇനി അന്വേഷിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല താത്ത. വിധിയെ തടുക്കാൻ നമുക്കാവോ? ഓനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല മോളെ. അനക്കൊന്ന് ആശുപത്രിയിൽ പോയി നോക്കിക്കൊണ്ടോ. ഞാൻ ബാലേട്ടനെ പരെ പോകാൻ ഇറങ്ങിയതാ, അപ്പോഴാണ് ഉമ്മ തലചുറ്റി വീണ്. പോയിട്ട് ഇപ്പൊ എന്ത് കാണാനാ? ICU എഴുതി വെച്ച ചില്ലിട്ട ബോർഡ് കാണാം. അതനക്ക് കാണുന്നെന്ന് വിചാരിച്ചാലേ അത് നടക്കും. ചികിത്സയിലെ ചെലവ് വഹിക്കേണ്ടി വരും എന്ന് വിചാരിച്ചാലേ ബോർഡും കണ്ടിങ്ങോട്ട് പോരും. അന്നെ പോലെ മനുഷ്യപ്പറ്റില്ലാത്തവരൊക്കെ അങ്ങനെയാ. അങ്ങനെയൊന്നും പറയല്ലോ ഉപ്പാ. മനുഷ്യപ്പറ്റി ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഇത്താത്തെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കാണാനൊന്നല്ല, കാണിക്കാനല്ലേ. കുടുംബസ്നേഹം ഉണ്ട് എന്ന് കാണിക്കാൻ. ഒരു കാട്ടിക്കൂട്ടല്. കുടുംബത്തിലുള്ളവർക്ക് ഒരു കഷ്ടപ്പാട് വന്നാലേ നാട്ടുകാർ പറഞ്ഞിട്ടല്ല അതറിയേണ്ടത്. കുടുംബം എന്ന് പറയുന്നത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു മര. അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞാലും ഉണങ്ങിയാലും അതെല്ലാരും ബാധിക്കും. ഞാനൊന്ന് ആസ്പത്രി വരെ പോയി നോക്കിയിട്ട് വരാം. മോള് വിഷമിക്കണ്ട. ഓ കണ്ണുറക്കുമ്പോഴേക്കും ഉപ്പുണ്ടാവും ഓന്റെ മുമ്പിൽ. ഞാൻ പോയിട്ട് വരാം. ബേജാറാവണ്ടെന്ന്. ഞാൻ പോയിട്ട് വരാം. ഈ പോടായിരുന്നു വലാലേ. അന്നെ കൊണ്ട് ഒരു ഉപകാരമില്ല. വെറുതെ വന്ന് തിന്നു പൊയ്ക്കോളൂ. ചുപ്പക്കേനോട് സ്നേഹുള്ളൂ. ഈ ഒന്നും മിണ്ടാണ്ട് പോടുന്നേ. എന്റെ ഉപ്പാണ് പോയത്. അതാ ഞമ്മള് വിളിക്കണേ. ഉമ്മ കേൾക്കാതിരിക്കാനാ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്താ ബാലേട്ടാ, എന്താ ഉപ്പാക്ക് പ്രശ്നം? ഇപ്പോഴും ഉപ്പാക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. ഇനി സാധാരണ ജീവിതത്തിലേക്ക് വന്നാൽ തന്നെ പഴയതുപോലെ മീൻ കച്ചവടം നടത്തി ജീവിക്കാനൊന്നും പറ്റില്ല. നീയേ ഉള്ളൂ ഈ വീട്ടിലൊരാൺതരി. നീ വേണം ഇനി എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ. മോള് കരയണ്ട. മോള് വേണം ഇനി ഉമ്മയെ ആശ്വസിപ്പിക്കാൻ. മോള് കരഞ്ഞ ഉമ്മയും കരയും. ഞാൻ ഉപ്പാന്റെ മൊബൈലിൽ കുറെ നേരം വിളിച്ചു നോക്കുന്നു, പക്ഷെ എടുക്കുന്നില്ല. മൊബൈലൊക്കെ ചിന്നിച്ചിത്രി പോയിന്നാ ഞാൻ കേട്ട്. ആരെങ്കിലും എടുക്കുമെന്നറിയാൻ ഞാനും കുറെ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധി എന്തായാലും എനിക്ക് തോന്നിയില്ല. എന്തായാലും നേരിട്ട് പോണ്ടതാണല്ലോ എന്ന് വിചാരിച്ചു. ഞാനും ആസ്പത്രിയിലേക്ക് വരാം. എനിക്ക് ഉപ്പാനൊന്ന് കാണണം. മോനിപ്പം കൂടെ വരണ്ട. ഞാൻ അവിടേക്ക് പോണ വഴിക്കാം. ഇന്നെന്തായാലും ഞാൻ ഡോക്ടറോട് പെർമിഷൻ വാങ്ങിച്ച് ICU കയറി ഉപ്പാനെ കാണും. നിങ്ങൾ രണ്ടാളും ധൈര്യമായിട്ടിരിക്കെ. കോമയിൽ കിടന്ന പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ മൂസ തിരിച്ചു വരില്ല എന്നൊന്നും പറയാറായിട്ടില്ല. മോനെ ചൊക്കിളി നിരങ്ങി അപ്പുറത്തോട്ടിരിക്കി. ഇങ്ങോട്ട് കയറി വരുമ്പോ ആ M8 വണ്ടി മുറ്റത്ത് കിടക്കുന്ന കാണുമ്പോ ഒരൈശ്വര്യായിരുന്നു. പറഞ്ഞിട്ടെന്താ, വണ്ടി തവിട്ട് പൊടിയായില്ലേ. അന്നപ്പോ സുശീല എനിക്ക് വണ്ടി കാണാത്തില്ല വിസ്മോ. മൂസാക്കാനെ കാണാത്താലും വിഷമുണ്ട്. മൂസാക്കയെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു. എന്നെ നേർവഴിക്ക് നടത്താനുള്ള വ്യർത്ഥമായ വ്യായാമങ്ങൾ അതൊക്കെ ഞാൻ ഓർത്തു പോകുന്നു. ആരും ആസ്പത്രിയില് മൂസക്കായിനെ കടിക്കാൻ കൊണ്ടുപോയില്ല. ഞാൻ ആടെ ബോധം കെട്ട് വീന്നും പറഞ്ഞിട്ടാ കൊണ്ടുപോകാത്തേ. സുശീല, അനക്ക് പറ്റോ സുശീല എന്നെ ഒന്ന് ആട് വരെ കൊണ്ടുപോകാന്? എനിക്കെന്റെ മൂസക്കായിനെ ഒന്ന് കാണണം സുശീല. ഈ അവസ്ഥയിൽ കാണാതിരിക്കുന്നതാ നല്ലത്. ചിരിക്കുന്ന ആ നല്ല മുഖം എന്നും ഓർമ്മയിൽ നിൽക്കാൻ അതാ നല്ലത്. അല്ലോ
അപ്പൊ ആ മുഖത്തിന് പരിക്ക് പറ്റിയോ? പിന്നെ പറ്റാണ്ട് മേലാസകലം തവിട് പൊടിയായി കിടക്കല്ലേ. അല്ലോ. അപകടത്തിലൊക്കെ പെട്ടാല് തീർന്നു മനുഷ്യന്റെ കഥ. എനിക്കൊരു ചങ്ങായി ഉണ്ടായി, ഗണേഷ്. ആള് നല്ലൊരു സുമുഖനാ. അപകടത്തിൽ പരിക്കേറ്റ് മരിച്ച്. അല്ലോ. ആ വെള്ള തുണിയൊന്ന് മാറ്റി നോക്കിയപ്പോ ഉണ്ടല്ലോ എന്റെ പാത്തുമ്മ. എന്തായിനു? ഞാൻ ഒരൊറ്റ പ്രാവശ്യം നോക്കിയുള്ളൂ. മുഖത്തിന്റെ സ്ഥാനത്ത് ഒരു കുഴിയ. വണ്ടീന്റെ കമ്പി തറച്ചിട്ട് ഇപ്പൊ എന്നും എന്റെ മനസ്സിൽ ഓന്റെ ആ രൂപ. ആ പഴയ ചുള്ളൻചക്കന്റെ മുഖം ഞാനങ്ങ് മറന്ന്. അല്ല, നിങ്ങളിപ്പോ വന്ന് ഞാളെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണോ? ചാവാൻ കിടക്കുന്ന ഒരാളുടെ വീട്ടിൽ വന്ന് ഇതൊന്നും പറയാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചെയ്തത് തെറ്റാ. പക്ഷെ മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ട പറഞ്ഞു പോവും. അല്ല, നിങ്ങൾ സഹതപിക്കാനായിട്ട് വന്നാ? അല്ല മോളെ, വണ്ടീന്റെ ബുക്കും പേപ്പറും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ചെല്ലടോ. പോയെടുത്തോട്. ഇൻഷുറൻസ് കമ്പനി വൈക്കോ. കേസ് കൊടുത്ത് വക്കീലിനെ കണ്ടോ. ആ മൂസക്കന്റെ കുടുംബത്തിന് വല്ല ആശ്വാസദാനവും കിട്ടുന്നെങ്കിലേ അതൊക്കെയല്ലേ ജീവച്ഛവമായി കിടക്കുന്ന മൂസക്കക്ക് എനിക്ക് ചെയ്യാൻ പറ്റൂ. ചികിത്സക്ക് ഒരുപാട് പൈസ ചെലവാവും. ഇപ്പഴാണെങ്കിൽ ഒരു 5 പൈസ ഇല്ല. എന്തെങ്കിലും കിട്ടിയാ നന്നായിനു. ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം. ആക്സിഡന്റ് ഉണ്ടായാല് പാഞ്ഞു വരുന്ന വക്കീലുമാര് കൊറേ ഉണ്ടെന്റെ ചങ്ങായിമാര്. പിന്നെ വണ്ടീന്റെ പൈസ കുറച്ച് കിട്ടും. ആ വണ്ടിക്ക് എന്ത് കിട്ടാനാ ചേട്ടാ? കൂടി വന്ന ഒരു 4000 ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? വണ്ടി കണ്ടാല് ആള് ജീവിച്ചിരിപ്പിട്ടെന്ന് പറയൂല. ഏതായാലും ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്തിട്ട് അത് നന്നാക്കി എടുക്കണം. അത് മൂസക്കന്റെ സ്മാരകമായി ഇതൊന്നും പറയല്ല. ഈ മുറ്റത്ത് കിടക്കണം. സ്മാരകോ? നിങ്ങൾ എന്തിട്ടാ ഈ പറയുന്നേ? മരിച്ചാലല്ലേ സ്മാരകം ഉണ്ടാക്കുക? മരിക്കില്ല എന്നെങ്ങനെ ഉറപ്പിക്കാം നമുക്ക്? സുശീല, ഡോക്ടർമാരുടെ കയ്യിലല്ലേ. അവര് വയറ് കീറുന്നു, കരളെടുത്ത് പുറത്ത് വെക്കുന്നു, അകത്ത് വെക്കുന്നു, കരള് 4 കീറുന്നു, എല്ല് വേറെ വെക്കുന്നു, ഇറച്ചി വേറെ വെക്കുന്നു, കിഡ്നി എടുത്ത് തലകില് വെക്കുന്നു, ഒമ്പടാം കെട്ടെടുത്ത് കാലിന്റെ മുട്ടിൽ വെക്കുന്നു, അങ്ങനെ രക്തം കയറ്റുന്നു, ഇറക്കുന്നു. അങ്ങനെ ഓരോ സാധനവും അതാത് സ്ഥാനത്തല്ലെങ്കിലേ പിന്നെന്തിനാ പാത്തു ആളെ കിട്ടീട്ട്? എന്നെ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കല്ല. കരച്ചിൽ നിങ്ങൾക്ക് മാത്രല്ല എനിക്കും വരുന്നുണ്ട്. മതി മതി, നിർത്തിക്കളി. കരഞ്ഞു ഓളാക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നോക്കിക്കോ, മൂസൊക്കെ ചത്തുപോയാല് ഞാൻ ലോറി ഡ്രൈവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. കൊടുക്കണോ? പിന്നെ നിങ്ങൾക്ക് ഞാൻ നല്ല നഷ്ടപരിഹാരവും വാങ്ങിത്തരും. ഇതിനു വേണ്ടി ഓടി നടന്ന എനിക്ക് ചെറിയൊരു പൈസ കമ്മീഷൻ തന്നാ മതി. ബുക്കും പേപ്പർ എന്റെ കയ്യിലുണ്ട്. ഒറിജിനൽ തന്നെ ആണല്ലോ. 4000 എങ്കിൽ 4000 അതെന്ന് കിട്ടുമോ നോക്കണ്ട. ഉമ്മ കരയിലുമ്മ. എല്ലാരും റെഡിയായില്ലേ? എന്നാ നമുക്കിറങ്ങാം. ആശുപത്രിയിലെത്തിയ കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കരുത്. എന്തിനും തയ്യാറായിരിക്കണം. എന്ത് മോശം വാർത്തയും കേൾക്കാനുള്ള മനസ്സുറപ്പുണ്ടാവണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേല് ഉമ്മാക്ക് തലചുറ്റു. മനസ്സിന് ഇത്തിരി ധൈര്യം കൊടുക്കുമ്പോ കൊടുക്കാം. ഉമ്മ ഉപ്പാന്റെ ജിന്ന്. അല്ല, ഇത് എങ്ങോട്ടാ പായി തല്ലിട്ട് എങ്ങോട്ടാ പോണേ? നിങ്ങളാരാ? സത്യം പറയ്. നമ്മൾ എന്റെ കെട്ടിപ്പോയി. ഇതെന്താ രാവിലെ വരില്ലാത്ത സംശയം ഇപ്പോ? അല്ല, നിങ്ങൾ MAT മൂസയാ? തന്നെ പത്തോ നമ്മളാണ് MAT മൂസ. എന്റെ തട തൊട്ടു വെക്കണേ. കാര്യം നമുക്ക് പൂട്ടിയിട്ടിരിക്കണേ. നമ്മളെ പറ്റി എന്തൊക്കെയോ ഒരു ഊഹാപോഹങ്ങളൊക്കെ നാട്ടിൽ നടന്നിക്കണേ അല്ലേ? അപകടം പറ്റി മൂസ നമ്മളല്ല പത്തുവോ. ഞമ്മക്ക പറ്റുന്ന വെച്ചിട്ട് ആരൊക്കെയോ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിക്കണ്. അതാണ് ഈ കുരുമാലൊക്കെ ഉണ്ടാക്കിയത്. മൂസ എന്നുള്ള പേര് ഞമ്മക്ക് മാത്രമാണ് നാട്ടിലുള്ളത്. ഞാൻ പലരെയും ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു. എല്ലാരും പറയുന്നു മൂസ എന്നെ അപകടത്തിൽപ്പെട്ട്. മൂസ ബൈപ്പാസിലൂടെ
പോന്ന കണ്ട ആൾക്കാരുണ്ട്. അപകടം പറ്റിയ ആളുടെ പേഴ്സിന് കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് നോക്കിയ പോലീസുകാരൻ പറഞ്ഞ് അതും മൂസ തന്നെയാണ്. എന്റെ ബാലേട്ടാ, ഈ മൂസ എന്നുള്ള പേരിൽ എത്ര ആൾക്കാർ ലൈസൻസ് എടുത്തിണ്ടാവൂ? ഉപ്പ ഒരു പകല് മുഴുവൻ ഞങ്ങളെ തീ തിരിച്ചായിരുന്നു. മൊബൈൽ വിളിച്ചാ ഫോൺ എടുക്കണ്ടേ നിങ്ങള്? അതെന്താന്നറിയോ മോനെ, നമ്മളൊരു മയ്യത്തായി വീട്ടിൽ പോയതല്ലേ ആടുന്നത് ഫോൺ അടിക്കണ്ട വെച്ചിട്ട് സൈലന്റ് ആക്കി വെച്ചേനി. എന്തായാലും മൂസ തിരിച്ചു വന്നല്ലോ. അല്ല സാറേ, ആശുപത്രിയിൽ ഇയാളെ കാണാൻ വേണ്ടിട്ടാണോ നമ്മൾ ഈ വണ്ടി വിളിച്ചത്? അതെ, വലിയൊരു അപകടം പറ്റിയ മനുഷ്യനാണ്, കണ്ടാ പറയില്ല കേട്ടോ. നിങ്ങള് മയ്യത്താവുന്ന പേടിച്ച് പേടിച്ച് ഞമ്മള് തീ തിന്നി. അല്ല, ഇനിയിപ്പോ നമ്മള് മയ്യത്താവണോ? അല്ല മൂസ, ഈ വണ്ടിയുടെ ഒരു 1500 രൂപ അത് കൊടുത്തേക്കണേ. ദാ നിങ്ങളെ വണ്ടീന്റെ ബുക്കും പേപ്പറും ഒക്കെ ആ സുശീല വാങ്ങിക്കൊണ്ടുപോയിക്കണേ. ഒന്ന് കൊണ്ടുപോയിക്കാൾ ആസ്പത്രിയിലേക്ക്. The name of the game. The name of the game. The name of the game. Ole, 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 ole. We are the champions. We are the champions. Ole, 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 ole. We are the champions. We are the champions. Ole, 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 ole. We are the champions. കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം. MIT മൂസ, MIT മൂസ, MIT മൂസ.